ഇവിടെ BJPക്ക് ഒരു രീതിയിലും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലുള്ള തിരിച്ചടിയും കൂടി കൊടുത്തൊരു തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് പാറ്റേൺ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇപ്പോഴും കേരളത്തിൽ 2021 ഉണ്ടായ ആ ഒരു ട്രെൻഡ് ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിർത്തുന്നതാണ്. വളരെ വലിയ തോതിൽ ഈ ഗവൺമെന്റിനെതിരായും ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടുള്ള ശക്തമായ ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായിട്ട് പോലും ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ചേലക്കരയിൽ UR പ്രദീപിനുണ്ടായിട്ടുള്ള ഈ ഉജ്ജ്വലമായ വിജയം. അപ്പോൾ അതിപ്പോൾ ഈ പാർലമെന്റ് ഇലക്ഷൻ കിട്ടിയതിനേക്കാൾ വൻ ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹം ജയിച്ചു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു തെളിവാണ്. മറ്റൊരു കാര്യം നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അവർക്ക് പൂരം വലിയ ഗുണം ചെയ്തതാണ്. പക്ഷേ LDF അത് കൃത്യമായി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അന്നുണ്ടായ പ്രശ്നങ്ങൾ എടുത്തു കാണിച്ചു. ഇവിടെ അന്തിമഹാകാളങ്കാവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം അവർ സമാനമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷേ LDFന്റെ ക്യാമ്പ് അതിനെ ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയപരമായി തന്നെ അതിനെ നേരിടാൻ കഴിഞ്ഞു എന്നുള്ളത് ഉണ്ട്. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ കഴിയില്ല. ജനങ്ങളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ചില ഘട്ടങ്ങളിൽ ചില രാഷ്ട്രീയ പാർട്ടിയിൽ കഴിയുന്ന പോലെ എല്ലാ ഘട്ടങ്ങളും കഴിയില്ല. ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നു. ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആരാണ് അതിൻ്റെ പ്രശ്നക്കാരെന്നുള്ളത് അന്തിമഹാകാളങ്കാവിൻ്റെ പൂരത്തിലും അവർക്കറിയാം. ഇത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനെതിരായി കൊണ്ടുവന്ന കള്ളപ്രചരണമാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനിലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മൂന്നാം ഘട്ടത്തിലും LDF സർക്കാർ വരുന്നൊരു സൂചനയായിട്ട് കരുതാവും. കാരണം വേറൊന്നുമല്ല, ഈ പ്രധാനപ്പെട്ട UDF നേതാക്കളെല്ലാം പറഞ്ഞായിരുന്നു ചേലക്കര ജയിച്ചില്ലെങ്കിൽ അത് രാഷ്ട്രീയ വിജയമല്ല എന്ന്. അപ്പോൾ അതാണല്ലോ ഈ K. സുധാകരൻ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ രാഷ്ട്രീയ വിജയം ഞങ്ങൾക്ക് നേടണമെങ്കിൽ ചേലക്കരയിൽ ഞങ്ങൾ ജയിക്കണം എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയമായി അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വിജയം കൂടിയാണ്. ചേലക്കരയിൽ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റാണെങ്കിലും ഈ വിജയത്തിനൊരു സൗന്ദര്യവും ഒരു രാഷ്ട്രീയവും ഉണ്ട്. അതിൽ ഞങ്ങൾ വലിയ അഭിമാനിക്കുന്നു. UDFന്റെ മുഴുവൻ നേതാക്കൾ ഇവിടെ തമ്പടിച്ചുകൊണ്ടുള്ള പ്രചാരണമായിരുന്നു അല്ലേ? UDFന്റെ ഉള്ളിലുള്ള അവരൊരു അധികാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയാണ്. അവരെപ്പോഴും കാണുന്ന അധികാരത്തെയും അധികാര സ്ഥാനങ്ങളെയും അധികാരത്തിന് വേണ്ടിയുള്ള നിലപാടുകളുമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മുന്നണിയാണ്. അത് ജനങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അത് വോട്ടായിട്ട് വരുമ്പോൾ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പാറ്റേൺ ഒരിക്കലും അസംബ്ലി ഇലക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളത് ഇത് തെളിയിച്ചിരിക്കുകയാണ്. അത് കാരണം കേരളത്തിലെ LDF ഗവൺമെന്റ് 8.5 കൊല്ലമായി പാവപ്പെട്ട ജനങ്ങളെ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്ത് പ്രചരണം നടത്തിയാലും അവരുടെ ജീവിതാനുഭവം ഉണ്ടാവുമല്ലോ, ആ അനുഭവമാണ് അവർ ഈ വോട്ടാക്കി മാറ്റിയിരിക്കുന്നത്. തൃശ്ശൂർ തിരിച്ചു പിടിക്കാൻ ഊർജ്ജമാവും ഇത്. അല്ല, തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും.